ഡൽഹിയിൽ കോളേജിൽ തീപിടുത്തം. പീതംപുരയിലെ ശ്രീ ഗുരു ഗോവിന്ദ് സിംഗ് കോളേജ് ഓഫ് കൊമേഴ്സിലാണ് തീപിടുത്തം ഉണ്ടായത്. ഫയർഫോഴ്സിന്റെ 11 യൂണിറ്റ് എത്തി തീ അണച്ചു. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ഈ അപകടമുണ്ടായത് എങ്ങനെയാണ്? അവിടെ ആ സമയത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ? എപ്പോഴാണ് അപകടമുണ്ടായത്? 8:55 കൂടിയാണ് ഫയർഫോഴ്സിന് ഈ സന്ദേശം ലഭിക്കുന്നത്. കോളേജിന്റെ ലൈബ്രറിയിൽ നിന്ന് തീ പടർന്ന് പിന്നീട് രണ്ടാമത്തെയും മൂന്നാമത്തെയും നിലയിലേക്ക് തീപിടുത്തം ഉണ്ടായി. തീ പടർന്നു കയറി എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതായത് ഒന്നാം നിലയിലാണ് ഈ കോളേജിന്റെ ലൈബ്രറി ഉള്ളത്. അവിടെ തീപിടുത്തം ഉണ്ടായി. അതിനുശേഷം രണ്ടാമത്തെയും മൂന്നാമത്തെയും നിലയിലേക്ക് പടർന്നു കയറി എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. കൂടുതലായിട്ട് വിദ്യാർത്ഥികളും അതുപോലെ അധ്യാപകരൊക്കെ വരുന്നതിന് മുൻപായിരുന്നു തീപിടുത്തം ഉണ്ടായത്. പിന്നാലെ തന്നെ ഏകദേശം 11 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ 3/4 മണിക്കൂർ ശേഷം ഏകദേശം 9:40 കൂടി പൂർണ്ണമായിട്ടും അണയ്ക്കാൻ സാധിച്ചു. ഇപ്പോഴും ഈ കൂളിംഗ് പ്രോസസ്, ഇത് തണുപ്പിക്കുന്ന നടപടികൾ, പ്രക്രിയകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല വിദ്യാർത്ഥികൾക്കോ അധ്യാപകർക്കോ മറ്റ് ജീവനക്കാർക്കോ ആർക്കും തന്നെ പരിക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് ഈ തീപിടുത്തം ഉണ്ടാവാൻ കാരണം എന്നുള്ളത് ഇതുവരെയും വ്യക്തമായിട്ടില്ല. കാരണം കണ്ടെത്താനും ഒപ്പം തന്നെ നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കാനുമായിട്ട് ഇപ്പോൾ ഒരു അന്വേഷണവും പരിശോധനയും അധികൃതർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പ്രാഥമിക വിലയിരുത്തലിന് ശേഷമായിരിക്കും എന്താണ് തീപിടുത്തം ഉണ്ടാകാനുള്ള കാരണം എന്നുള്ളതടക്കം വ്യക്തമാവുക. എന്തായാലും ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം.